കർണാട്ടിക് സംഗീത പ്രതിഭയായ ഒരു ചെറുപ്പക്കാരൻ കുളത്തൂപ്പുഴയിൽ നിന്നും മദ്രാസിയിലേക്ക് വണ്ടി കയറിയത് പാട്ടുകാരനാകാൻ വേണ്ടിയിട്ടാണ്. റെക്കോർഡിംഗ് സ്റ്റുഡിയോകളുടെയും സംഗീത സംവിധായകരുടെയും പടിവാതിക്കലിൽ ഒരുപാട് മുട്ടിയതിനു ശേഷം ആ സ്വരപൗരുഷം 30ഓളം സിനിമകളിൽ ഗാനങ്ങൾ ആലപിക്കുകയുണ്ടായി. കാലം വീണ്ടും മുന്നിലേക്ക് പോയി. ഗായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങി. എന്നിട്ടും തന്റെ ഘനഗംഭീരമായ ശബ്ദം ഡബ്ബിങ്ങിന് പ്രയോജനപ്പെടുത്തി മദ്രാസിയിലും കോടമ്പാക്കത്തും അദ്ദേഹം പിടിച്ചു നിന്നു. ഒടുവിൽ സാക്ഷാൽ ഗാനഗന്ധർവന്റെ അനുഗ്രഹാശിസുകളാൽ 7 സ്വരങ്ങളും തഴുകി ഉണർത്തിയ സംഗീത സംവിധായകനായി ഒരു പുനർജന്മം. അതുവരെ കേൾക്കാത്തൊരു സംഗീത ശൈലിയുടെ തേനും വയമ്പും ചാലിച്ച പാട്ടുകളിലൂടെ കുളത്തൂപ്പുഴ രവി രവീന്ദ്രനായി, തലമുറകൾ നമിച്ചു നിൽക്കുന്ന രവീന്ദ്രൻ മാഷായി. പാടാൻ ഇവിടെ യേശുദാസ് ഉള്ളപ്പോൾ പാടി രക്ഷപ്പെടാൻ കഴിയുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞ ആ പഴയ ഗായകമോഹി യേശുദാസിന് മാത്രം പാടാൻ കഴിയുന്ന പാട്ടുകളുണ്ടാക്കി. അതെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി മാറുകയും ചെയ്തു. അത്ര എളുപ്പം ആർക്കും പാടാൻ കഴിയാത്ത പാട്ടുകളുടെ എത്രയോ പ്രമദവനങ്ങൾ തീർത്ത ആ ഇന്ദ്രജാലക്കാരൻ. ഓർമ്മയിലെന്നും രവീന്ദ്രൻ മാഷ്. ഓർമ്മയിലെന്നും